ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുർക്കിയിലെ ജനങ്ങൾ നമ്മൾ ഇന്ത്യക്കാരോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ വിഷയം. നാം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തുർക്കിയിൽ ഇന്നലെ വന്ന ഏപ്രിൽ 1-ാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ഇന്ത്യക്കാരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ പോഡ്കാസ്റ്റ്. തുർക്കിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റിസെപ്പ് തയ്യിപ്പ് എർഡോവൻ ആണ്. ഒരു സ്വേച്ഛാധികാരിയായി അമിതാധികാര പ്രയോഗത്തിൽ താല്പര്യമുള്ള ഒരാളായി ലോകം കാണുന്ന ഒരു പ്രസിഡന്റാണ് റിസെപ്പ് തയ്യിപ്പ് എർഡോവൻ. അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പേര് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ 20 ആണ്ടുകളായി തുർക്കിയിലെ ഭരണനിർവഹണം നടത്തുന്ന അതിശക്തനായ ഭരണാധികാരിയാണ് എർഡോവൻ. അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് തൽക്കാലം കോട്ടമൊന്നും സംഭവിക്കുന്നില്ല എങ്കിലും തുർക്കിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നലെ കനത്ത പരാജയം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. തൽക്കാലം അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കോട്ടമൊന്നും വന്നില്ല എങ്കിലും ഒരു വലിയ സന്ദേശം തുർക്കിയിലെ ജനങ്ങൾ ഇന്നലെ എർഡോവന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകക്ഷിക്ക് നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണവും തുർക്കിയിലെ ഭരണവും തമ്മിൽ പലതരത്തിലും സമാനതകളുണ്ട് എന്ന് പലരും പറഞ്ഞു വരാറുള്ളതാണ്. ഒന്ന്, രാഷ്ട്രീയ ശക്തി നിലനിർത്തുവാൻ വേണ്ടി മതത്തിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എർഡോവൻ ഇസ്ലാം മതത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അത് ഹിന്ദു മതമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മതരാഷ്ട്രീയം എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഒരു സമാനത ഞാൻ ഈ പറഞ്ഞ മതരാഷ്ട്രീയം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സമാനത സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലാണ്. മൂന്നാമത്തേത് അമിതാധികാര കേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിലാണ്. നാലാമത്തേത് വിദേശ നയങ്ങളിലുള്ള നിലപാടുകൾ എടുക്കുമ്പോഴുള്ള പരിഗണനകളുടെ കാര്യത്തിലാണ്. ഇത്തരം സമാനതകൾ എർഡോവൻ്റെ ഭരണവും ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഭരണവും തമ്മിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നാം ഒന്ന് അന്വേഷിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ നടക്കുന്ന വേളയിൽ പ്രധാനമാണ് എന്ന് ഞാൻ കരുതുകയാണ്. തുർക്കിയിൽ രാജ്യമാകമാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി 81 മുനിസിപ്പാലിറ്റികളിൽ 35 എണ്ണത്തിലോളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ 35 എന്നുള്ള എണ്ണമല്ല പ്രധാനം. ഏറ്റവും പ്രധാനം തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രധാന നഗരങ്ങളിൽ പ്രതിപക്ഷം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാന നഗരമായ അങ്കാറ, ചരിത്ര നഗരമായ ഇസ്താൻബുൾ, മറ്റ് പ്രധാനപ്പെട്ട 3 നഗരങ്ങളായിട്ടുള്ള ബുർസ, ഇസ്മീർ, അന്താല്യ എന്നീ നഗരങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടി വിജയിച്ചിരിക്കുകയാണ്. ഇതിൽ എർഡോവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്താൻബൂളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥിയെ 10% വോട്ടുകൾ നേടി പരാജയപ്പെടുത്തിയിരിക്കുന്നത് എക്രം ഇമാമോഗ്ലു എന്ന നേതാവാണ് എന്നുള്ളതാണ്. എക്രം ഇമാമോഗ്ലുവിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിഡൻഷ്യൽ വ്യാമോഹങ്ങളുള്ള വെറും ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എർഡോവൻ പരിഹസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാൻ ഈ പറയുന്നത്. പ്രസിഡൻഷ്യൽ വ്യാമോഹങ്ങളുള്ള വെറും ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന് ഇമാമോഗ്ലുവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. അദ്ദേഹമാണ് ആകെ ജനങ്ങൾ ചെയ്ത വോട്ടിൻ്റെ 51% വോട്ടുകൾ നേടി ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. വിജയിച്ചതിന് ശേഷം എക്രം ഇമാമോഗ്ലു ചെയ്ത ഒരു പ്രസ്താവന ലോകത്തിലെ എല്ലാ ജനാധിപത്യങ്ങളോടുമായി
ചെയ്ത ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം തകരുന്നു എന്ന് ലോകത്തിലാരും വിചാരിക്കേണ്ട കാര്യമില്ല. ജനാധിപത്യം തകരുന്നു എന്ന് വിചാരിച്ച് ലോകത്തിലാരും വ്യസനിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ അമിതാധികാര കേന്ദ്രങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ലോകത്തിലെ ജനാധിപത്യ രാഷ്ട്രങ്ങളോടായി ഇമാം ബോങ്ലു പറഞ്ഞു. ഇനി തലസ്ഥാനമായ അങ്കാറയിലേക്ക് വന്നാൽ ഇദ്ദേഹത്തിന് 51% വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉള്ളതെങ്കിൽ 51% വോട്ടുകളാണ് നേടിയെങ്കിൽ അങ്കാറയിലെ മേയർ സ്ഥാനാർത്ഥി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എർഡോവൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ 60%, അതായത് 60%-ത്തിലേറെ, ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 60%-ത്തിലേറെ വോട്ടുകൾ നേടിയിട്ടാണ് ഈ അങ്കാറയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി, അതായത് തലസ്ഥാന നഗരിയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊന്നുള്ളത് ഇസ്താംബൂളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇസ്താംബൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, തുർക്കിയിലെ മൊത്തം ജനസംഖ്യയുടെ 1/5% ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇസ്താംബൂളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 1/5%, അതായത് തുർക്കിയിലെ ജനസംഖ്യയുടെ 77% ആളുകൾ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ, രാജ്യത്താകമാനം നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഇനി ബാക്കിയുള്ള ശതമാനം മാത്രമാണ് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ. അതായത് തുർക്കിയിലെ 77% ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന, മുന്നോട്ട് വയ്ക്കുന്ന വലിയ ഒരു സൂചന എന്നുള്ളത് മതപരമായ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാകാവുന്ന ഒരു അപകട സൂചന കൂടി ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. എർഡോവനേക്കാൾ കൂടുതൽ തീവ്ര വലതുപക്ഷ മതരാഷ്ട്രീയം, ഇസ്ലാം മതരാഷ്ട്രീയം പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ടാവുകയും ഈ തെരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഗണ്യമായ വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എർഡോവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിനേക്കാൾ കഠിനമായ മതരാഷ്ട്രീയം, തീവ്ര മതരാഷ്ട്രീയം പറയുന്ന ഒരു പാർട്ടി ശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മതത്തിൻ്റെ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ഉണ്ടാകാവുന്ന ഒരപകടം കൂടുതൽ വലിയ മതതീവ്രവാദം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകളും ഭയക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ ഈ രാഷ്ട്രീയത്തിൻ്റെ കെണിയിലേക്ക് വീണ് കഴിഞ്ഞാൽ, ഈ മതരാഷ്ട്രീയത്തിൻ്റെ കെണിയിലേക്ക് വീണ് കഴിഞ്ഞാൽ തീവ്ര മതരാഷ്ട്രീയം ഉദയം കൊള്ളാനുള്ള, കൂടുതൽ തീവ്രമായ മതരാഷ്ട്രീയം ഉദയം കൊള്ളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഇനി മറ്റൊന്ന്, ഈ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഒരു സമാനത എന്ന് പറയുന്നത്, ഇപ്പോൾ റഷ്യയിലും അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നു, 90%-ത്തിലേറെ വോട്ട് നേടി വ്ളാഡിമിർ പുടിൻ വിജയിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മതേതര ജനാധിപത്യം, ജനാധിപത്യ മര്യാദകൾ, ഇവയൊക്കെ കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തുർക്കി എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യയുമായിട്ടുള്ള സമാനത. ഇന്ത്യയിൽ ജനാധിപത്യ മര്യാദകൾ നിലനിൽക്കുകയും പലപ്പോഴും പ്രതിപക്ഷം ജനാധിപത്യത്തിൽ വിജയിക്കുകയും ജനാധിപത്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, മതേതര ജനാധിപത്യ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യ പോലെ തന്നെ മതേതരമായ ജനാധിപത്യ മൂല്യങ്ങളുടെ കാര്യത്തിൽ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് റഷ്യയെ അപേക്ഷിച്ച് തുർക്കി എന്നുള്ളത് കൊണ്ട് തന്നെ തുർക്കിയുമായി ഒരു സമാനത ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഞാൻ പെടുത്തും. ഇനി അമിതാധികാര മതരാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു വിധിയായി മാത്രം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ കാണാൻ കഴിയില്ല എന്നുള്ളതുമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തികാവസ്ഥ കൂടിയാണ്. സാമ്പത്തികമായ പരാധീനതകൾ മുന്നോട്ട് വെച്ചിട്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തുർക്കിയിൽ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 67% തുർക്കിയിൽ ഔദ്യോഗികമായ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ നാണ്യപ്പെരുപ്പം ഉള്ളത്. അനൗദ്യോഗികമായ കണക്കുകൾ പറയുന്നത് 100%-ത്തിലും മേലെയാണെന്നുള്ളത് ഈ നാണ്യപ്പെരുപ്പം എന്നുള്ളതാണ്. അപ്പോൾ വലിയ തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കുന്നു, വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിരിക്കുന്നു.
ഞാൻ ആദ്യമായി സൂചിപ്പിച്ചതുപോലെ നേരിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഭീഷണിയൊന്നും എർഡോഗന് ഇല്ല. കാരണം 9 മാസം 10 മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വീണ്ടും അധികാരത്തിൽ തുടരാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഭീഷണി ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി ഇമാമോഗ്ലു എന്ന് പറയുന്ന ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ മുന്നിൽ, അദ്ദേഹം പരിഹസിച്ച് തള്ളിയ ഇമാമോഗ്ലു ശക്തനായ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി, ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായിട്ട് ഇതാ ഉയർന്നു വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന മറ്റൊരു സന്ദേശം കൂടിയാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് തുർക്കിയിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇന്ത്യക്കാരോട് പറയുന്നത് എന്നുള്ളത് അവസാനത്തെ 2-3 വാചകങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, മതപരമായ മുദ്രാവാക്യങ്ങളിൽ അധികകാലം ജനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്ന്, മതപരമായ മുദ്രാവാക്യങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് അതിതീവ്രവാദപരമായ മതപരമായ നിലപാടുകളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാം. 2, ദൈനംദിന ജീവിതമാണ് പ്രധാനം. ജനങ്ങളുടെ ജീവിതാവസ്ഥകളാണ് പ്രധാനം. വിലക്കയറ്റമാണ് പ്രധാനം. നാണ്യപ്പെരുപ്പമാണ് പ്രധാനം. തൊഴിലില്ലായ്മയാണ് പ്രധാനം. കുത്തകകളുടെ ഭീമൻ വളർച്ചയാണ്, അതിനെതിരെയുള്ള ആശങ്കകളാണ് പ്രധാനം. ഇതിനെല്ലാം ഉപരിയായി ജനാധിപത്യ വ്യവസ്ഥയുടെ, ആ വ്യവസ്ഥയുടെ നെടും തൂണുകളുടെ പുനഃസംസ്ഥാപനമാണ് പ്രധാനം. ഇത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇത്തരം വിഷയങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾ മുന്നോട്ട് വന്ന് അവരുടെ നിലപാടുകൾ എടുക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് തുർക്കിയിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തോട് പറയുന്നത്. ദിലീപ് അലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, എസ്. ഗോപാലകൃഷ്ണൻ.